ഫ്രാങ്ക്ലിനെ എന്താ ഷിൻചാനെ? എടാ ആകാശത്തെ നോക്ക്, എന്താ സാധനം? ആകാശത്ത് എന്താ ഇവിടെ ഉള്ള? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എടാ ഇപ്പുറത്തെ വീടിന്റെ ഫ്രണ്ടിന്റെ സൈഡത്തെ ആകാശത്ത്. ആടാ ഷിൻചാനെ നോക്കൂ. ഓ എടാ എന്തോ സാധനം താഴോട്ട് വീഴുന്നുണ്ടല്ലോ. ആടാ ഫ്രാങ്ക്ലിനെ എന്തോ താഴോട്ട് വരുന്നുണ്ട്, എന്താന്നറിയൂല. എടാ ഷിൻചാനെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, അതെന്റെ ഫ്രണ്ടിലാ വീണത്. എടാ ഞാൻ വരുന്നുണ്ട്. എടാ ഷിൻചാനെ എന്താ സംഭവം? എടാ അതെന്താണ് സാധനം? എനിക്കറിയൂല ഫ്രാങ്ക്ലിനെ, ഞാൻ ഇപ്പോഴല്ലേ കണ്ടത്. എടാ വാന്നാ എന്റെ കൂടെ, നമുക്ക് എന്താ നോക്കാം. എടക്ക് എന്തോ ഒരു ഇന്ത്യൻ ട്രെയിൻ അല്ലേ ഇത്? എടാ ഇതൊരു ഇന്ത്യൻ ട്രെയിനാണ്. ഇത് നമ്പർ എഴുതി വെച്ചേക്കുന്നു LS 2400. ഓ മോനെ. എടാ ഷിൻചാനെ വേഗം ഇങ്ങോട്ട് വാ. ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ എന്താന്ന് ഞാൻ നോക്കട്ടെ. ആടാ ഫ്രാങ്ക്ലിനെ ഞാൻ വരുന്നു. എടാ ഇത് ഇവിടെ ഒരു ഡോറൊക്കെ ഉണ്ടടാ. എടാ ഇതെന്താണ് സാധനം? എവിടുന്നോ ആകാശത്തുനിന്ന് ഒരു ഇന്ത്യൻ ട്രെയിൻ വന്ന് വീണു. ആൻഡ് ഇതിന്റെ ഉള്ളിൽ എന്താ നമുക്കൊരു ഐഡിയ ഇല്ല. ഓ വെയ്, ഞാൻ അറിയാണ്ട് തട്ടിയപ്പോ ഇത് ഫ്രണ്ടിലോട്ട് പോയി. എടാ എന്താ ഷിൻചാനെ? ഞാൻ കണ്ടു, ഇതിപ്പോ എന്താ ചെയ്യാ? എടാ എനിക്കൊരു ഐഡിയ ഇല്ല. ഇതൊരു ഡോർ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ഈ ഏണിയിൽ കണക്ട് ആവാതെ. ആൻഡ് ഇവിടെ ഈ ട്രെയിനും ഉണ്ട്. ആടാ ഫ്രാങ്ക്ലിനെ എന്താണിത്? ബാ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി നോക്കാം എന്താ സംഭവം എന്ന്. വെയിറ്റ്, നീ ഇതിൽ പിടിച്ചു കയറാൻ പറ്റുമോ? ഇല്ല ഫ്രാങ്ക്ലിനെ, എനിക്ക് കയറാൻ പറ്റില്ല. എന്നാ നീ അവിടെ നിന്നോ, ഞാൻ ഇതിന്റെ ഉള്ളിൽ എന്താ നോക്കട്ടെ. എടി ഈ ട്രെയിനിന്റെ ഉള്ളിൽ എന്താന്ന് അറിയണം. അതിനുവേണ്ടി എന്താ ചെയ്യാ? ഫ്രാങ്ക്ലിനെ എനിക്കൊരു ഐഡിയ ഇല്ല. എടാ ഷിൻചാൻ, എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന ഡോറ് ഈ ട്രെയിനിന്റെ ഉള്ളിലോട്ട് കയറേണ്ട ഒരു മാജിക്കൽ ഡോറാന്നാ. ഇതിനു മുമ്പ് നീ കണ്ടിട്ടില്ല ഇങ്ങനത്തെ സംഭവം? ഫ്രാങ്ക്ലിനെ അന്നൊരു ദിവസം ഈ വീട്ടില് ഡോർ വന്നത്. ആടാ അത് തന്നെ. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ട്രെയിനിന്റെ ഉള്ളിൽ എനിക്ക് കയറാൻ പറ്റുന്ന. ആടാ ഫ്രാങ്ക്ലിനെ എനിക്കും അത് തന്നെ തോന്നുന്നു. എന്നാ നമുക്ക് ഈ ഡോർ തുറന്നാലോ? ഫ്രാങ്ക്ലിനെ തുറക്കാം. എടാ വാ തുറക്കാം. ഈ ഡോർ തുറക്കണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ മേളിൽ കയറണല്ലോ. ഇതിന്റെ മേളിൽ പിടിച്ചു കയറാൻ നോക്കട്ടെ. എടാ ചിഞ്ചാൻ, ഞാൻ മേളിൽ കയറി. ഓക്കെ, ഇതിങ്ങനെ തുറക്ക. ഗണ്ണ് വെച്ച് തുറക്കാം. അതിൽ കുറച്ച് ഗണ്ണുണ്ട്, ഇത് വെച്ച് ഞാൻ പൊട്ടിക്കാൻ നോക്കാം. ഗണ്ണ് വെച്ച് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇല്ലടി, ഈ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ഈ ഡോർ പൊട്ടുന്നില്ല. ഈ ഡോർ അന്ന് പൊട്ടിച്ചപ്പോ അല്ലേ നമുക്ക് ഉള്ളിലോട്ട് കയറിയത്, അന്നൊരു ബങ്കറിന്റെ ഉള്ളിലോട്ട്. എനിക്കൊന്ന് ഈ ട്രെയിനിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഈ ഡോർ തുറക്കണമെന്ന്. എനിക്കും അങ്ങനെ തോന്നുന്നു, പക്ഷെ നിനക്ക് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. എടാ ഞാൻ ട്രൈ ചെയ്യാം. എൻ്റെ സ്റ്റിക്കി ബോംബ്സ് ഉണ്ട്, ഇത് വെച്ച് ട്രൈ ചെയ്യാം. ഇത് വർക്കൗട്ട് ആവാതിരിക്കൂല. സ്റ്റിക്കി ബോംബ് ഇട്ടു, 2 ഇട്ടിട്ടുണ്ട്. ഷിൻചാൻ ഇവിടുന്നോട്. അയ്യോ ഫ്രാങ്ക്ലിൻ പറയണ്ട, ഞാൻ ഓടട്ടെ. ആടാ വേം വാ. പൊട്ടിക്കൂല, എൻ്റെ കൺട്രോൾ ഉള്ളത്. ഡോർ പൊട്ടിയോ? എടാ ഡോർ തീ എത്തുന്നുണ്ട്. എടാ എനിക്ക് തോന്നി ഡോർ തുറക്കാൻ പറ്റൂന്നാ. ഷിൻചാനെ ആടാ തുറക്ക. ഇത് തീ എത്തുന്നുണ്ട്, പക്ഷെ ഇത് തുറക്കാൻ പറ്റുന്നില്ലടാ. ഓ സോറിടാ ഷിൻചാനെ. എടാ ഇതിപ്പോ ഇത് തുറക്കാൻ പറ്റുന്നില്ല. ആൻഡ് എടാ ഞാൻ അവിടെ കത്തിച്ചപ്പോ എങ്ങനെയാണ് ഇത് ബ്ലാക്ക് ആയത്? എടാ ഷിൻചാനെ, ഇത് ബ്ലാക്ക് അല്ലായിരുന്നല്ലോ. എടാ എന്താ സംഭവം എനിക്കറിയില്ല. എടാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് തുറക്കാൻ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, നൈസ് ഐഡിയ. എടാ ഞാൻ പറയാം. ഈ ട്രെയിൻ ഉള്ളിൽ കയറാൻ ആ ഡോർ തുറക്കണം. അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഈ ട്രെയിനിന്റെ ഉള്ളിലേക്ക് ഈ മേളത്തെ ഫാൻ വഴി കയറാൻ പോവാ. നീ ബുദ്ധിമാനാ. ആടാ ഷിൻചാൻ, എനിക്ക് അറിയാം. എടി ഇത് പൊട്ടിക്കണം. അതിന് വെയിറ്റ്. എടി ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പേപ്പറാടാ. ശരിക്കും ആ പേപ്പറാണോ? ആടാ ആ പേപ്പർ തന്നെ. എടാ ഞാൻ ഇതെടുത്ത് വായിച്ചു നോക്കട്ടെ. വേഗം എടുത്ത് വായിച്ചു നോക്ക്. ആടാ ഞാൻ നോക്കാം. എടി ഇതിൽ എഴുതിയേക്കുന്നത് എന്താ അറിയോ? എടുക്കാനും പറ്റിയില്ല. ഇത് എടുക്കട്ടെ ഞാൻ ഒന്ന്. പേപ്പറിൽ എന്താ എഴുതിയേക്കുന്നത്? എടി ഈ പേപ്പറിൽ എഴുതി വെച്ചേക്കുന്നു ടു ഓപ്പൺ ദ ഡോർ. ഡോർ തുറക്കാല്ലേ? ആടാ എടി ഇവിടെ പൂമ്പാറ്റടാ. എടാ ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസ് അതല്ല, നമുക്ക് നോക്കട്ടെ. നമുക്കിപ്പോ ഡോർ തുറക്കട്ടെ. ആ ഡോർ തുറക്കാൻ ഒരു ടാസ്ക് ചെയ്യണെന്ന്. എടാ ടാസ്ക് എന്ന് പറയുന്നത് ടേക്ക് മെട്രോ സ്റ്റേഷൻ മെട്രോ ടിക്കറ്റ് ടു ഓപ്പൺ ദ ഡോർ. എന്നിട്ട് ഈ ട്രെയിനിൽ എടാ മെട്രോ സ്റ്റേഷനത്തെ ടിക്കറ്റ് ഇല്ലേ, അതെടുത്തിട്ട് ഈ ട്രെയിനിന്റെ അടുത്ത് വന്നതിന് ഈ ഡോർ തുറക്കൂന്ന്. ആടാ ശരിക്കും വാ നമുക്കത് ചെയ്യാം. എടാ ഈ പേപ്പറിൽ പറഞ്ഞതിന് എന്തായാലും അത് വർക്കൗട്ട് ആവുന്ന. സോ എനിക്കിന്ന് ഈ ഡോർ തുറക്കാൻ പറ്റും, ട്രെയിനിന്റെ ഉള്ളിൽ കയറാൻ പറ്റും. വാ നമുക്ക് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം, മെട്രോ ടിക്കറ്റ് എടുക്കാൻ. ആടാ പോവാം. പക്ഷെ എവിടുന്ന് ഇപ്പൊ എന്റെ വണ്ടി ഇല്ലല്ലോ പോവാൻ. എടാ എന്റെ വണ്ടിയൊക്കെ മൈക്കിൽ
ഷിൻചാനെ തിരിഞ്ഞു നോക്ക് അങ്ങോട്ട് നോക്ക്. നമുക്ക് വണ്ടി എത്തി. എടാ ഇതാണ് നമ്മൾ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചാൽ അപ്പം അതെത്തണം. അതെ, താങ്ക് യു ബ്രദർ ഫോർ ദ വണ്ടി. എടാ ഇറങ്ങി നിന്നോ, റോട്ടിൽ നിൽക്കി. ഞങ്ങൾ പോയിട്ട് ഈ ട്രെയിൻ നോക്കണേ കുറച്ച് നേരത്തേക്ക്. ആ ബ്രദർ ഫ്രാങ്ക്ലിൻ പറഞ്ഞ പോലെ നിങ്ങൾ ട്രെയിൻ നോക്കണേ, ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ട് വരാം. എടാ ഷിൻചാനെ വണ്ടിക്കകത്ത് കയറി, അയാളോട് പിന്നെ പറയാം. ഫ്രാങ്ക്ലിൻ വണ്ടി എടുത്ത് ഞാൻ സ്പീഡിൽ കയറും. ഒന്ന് നീ കയറി ഫസ്റ്റ്, എന്നിട്ട് വണ്ടി എടുക്കാം, എന്നിട്ട് വേണം ഇനി ഹോസ്പിറ്റലിൽ പോവാൻ. ആ ഫ്രാങ്ക്ലിനെ ഞാൻ കയറി. ലെറ്റ്സ് ഗോ. എടാ എങ്ങോട്ടാ പോകുന്നത് ഫ്രാങ്ക്ലിനെ? എടാ നമ്മളിപ്പോൾ നേരെ പോകുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. അവിടെ എന്തിനാ പോകുന്നത്? മെട്രോ സ്റ്റേഷനിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കും. ആ ടിക്കറ്റ് എടുത്ത് ട്രെയിൻ വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ തുറക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? Okay, let's go to the metro station, Franklin. A few moments later. എടാ ഈ കാണുന്നതാണ് എയർപോർട്ട്. ഫ്രാങ്ക്ലിനെ നമുക്ക് മെട്രോ സ്റ്റേഷനിലല്ലേ പോണ്ടേ? എടാ എയർപോർട്ടിന്റെ ഇവിടെയല്ലേ മെട്രോ സ്റ്റേഷൻ. ആ ഫ്രാങ്ക്ലിനെ. എടാ നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇറങ്ങിക്കോ. ഫ്രാങ്ക്ലിനെ ഞാൻ വരുന്നില്ല, എനിക്കിവിടെ ഈ വണ്ടി ഇഷ്ടായി. എടാ എന്നാണ് അറ്റാക്ക് ചെയ്യുന്നേ? ഹേയ് മാൻ വെയിറ്റ്. ഓ താങ്ക് യു ഓഫീസർ, താങ്ക്സ് എ ലോട്ട്. ഇയാൾ ആരാന്ന് എനിക്കറിയില്ല, എന്നിപ്പോ ഒന്ന് അറ്റാക്ക് ചെയ്തതാ. അത് കുഴപ്പമില്ല, ഇത് ഞങ്ങളുടെ പണിയാണ്. ഓക്കെ താങ്ക് യു. എടാ ഷിൻചാനെ കണ്ട് ഇവിടെ സീന, വേഗം ഇറങ്ങ്, അല്ലെ ഞാൻ നിന്നെ എടുത്ത് ഇറക്കിയിടും. താഴെ ഇറങ്ങ്. ബാ എൻ്റെ കൂടെ വാ, നമുക്ക് നടക്കാം. സോറി എടാ ഞാൻ അറിയാണ്ട് കയറി. മെട്രോ സ്റ്റേഷനിലേക്ക് വാ. എന്നാ ഓക്കെ, വാ പോവാ ഫ്രാങ്ക്ലിനെ. വാ ഷിൻചാൻ, ഇതിന്റെ താഴോട്ടാണ് ഇതിന്റെ വേ. വാ എന്റെ പുറകെ വാ. ആടെ ഞാൻ വരുന്നുണ്ട് ഫ്രാങ്ക്ലിനെ. ഇടയ്ക്കിടയ്ക്ക് എന്നോട് വാ എന്ന് പറയണേ. ഞാൻ കൊച്ചു കുട്ടിയോ? അറിയാം നീ വാ എന്നാ. പറയരുതെന്ന് പറഞ്ഞു. ഓക്കെ. എടാ എവിടെയായിരുന്നു മെട്രോന്റെ ഉള്ളിലോട്ട് പോവാ? എനിക്കറിയില്ല, നീ അല്ല എന്നെ വിളിച്ചോണ്ട് വന്നേ. വാ നീ. ഓ ഇതിന്റെ അടിയിലോട്ടാ. ഓക്കെ നമ്മൾ വേഗം കണ്ടുപിടിച്ചു. ഷിൻചാനെ ഓടി വാടാ, ടൈമില്ല. ആ ട്രെയിൻ തുറക്കണ്ടേ, അതിന്റെ ഉള്ളിൽ എന്താന്ന് അറിയണ്ടേ? എനിക്കറിയണം ഫ്രാങ്ക്ലിനെ, പക്ഷെ എനിക്ക് വയ്യ നടക്കാൻ, അതുകൊണ്ടല്ലേ. എടാ എന്നാലും ഓടി വാഴാൻ നോക്ക്. വയ്യാന്നല്ലേ പറഞ്ഞേ? ഓടി വാടാ. വയ്യോ. വാ നീ എന്നാ മല്ല നടന്ന്. ഓക്കെ ഇതാ ഞാൻ എന്തായാലും ഇവിടെ മെട്രോ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുന്ന ആളുടെ അടുത്തേക്ക് പോട്ടെ. എടാ ഇവിടെ എന്തൊക്കെയോ ഉണ്ടടാ, ഇതാ പെയിന്റിങ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. പെയിന്റിങ്ങാ? എനിക്കും കാണണം, ഞാൻ വരട്ടെ. എടാ ഇത് തന്നെയാ പെയിന്റിങ്. ഇത് പെയിന്റിങ്ങാ? ഇതേതോ മോഡേൺ ആർട്ടാന്ന് തോന്നുന്നു. ആ മോഡേൺ ആർട്ടാന്നാ എനിക്കും തോന്നുന്നു, കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ലാന്നേ ഉള്ളൂ. ഓക്കെ നമുക്ക് ഇവിടെ വെയിറ്റ്, ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും ഫ്രാങ്ക്ലിനെ? ടിക്കറ്റ് എടുക്കണം എന്നല്ലേ ആ പേപ്പറിൽ പറഞ്ഞത്? ആടാ പക്ഷെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, ചോദിച്ചു നോക്കാം. എടാ ഇവിടെ ഒരാളുണ്ടല്ലോ. ഹേയ് ബ്രദർ, ഈ ടിക്കറ്റ് എവിടെ എടുക്കാം? നിനക്ക് ഇന്ത്യൻ ട്രെയിനിലേക്കുള്ള ടിക്കറ്റ് ആണോ വേണ്ടേ? ഓ ഷിൻചാനെ, ഇയാളെന്നോട് ഇന്ത്യൻ ട്രെയിനിന്റെ ടിക്കറ്റ് ചോദിക്കുന്നടാ. അത് ഞാൻ മെട്രോ പേപ്പറിൽ പറഞ്ഞേ. അത് ഞാൻ തരാം, പക്ഷെ നീ എനിക്കൊരു ടാസ്ക് ചെയ്യണം. എന്ത് ടാസ്കാ ബ്രോ? എന്ത് ടാസ്കാ? നീ പുറത്ത് ഒരു പച്ച കളറുള്ള ടാക്സി ഉണ്ട്. പച്ച കളർ? ഇവിടെ സിറ്റിയിൽ മഞ്ഞ കളർ ടാക്സികളല്ലേ? അല്ല, പച്ച കളർ ടാക്സി. ആ ടാക്സി എന്താ ചെയ്യണ്ടേ? അത് കത്തിക്കണം. വാട്ട്, കത്തിക്കാനോ? അത് കത്തിച്ചാലേ നിനക്ക് ഇന്ത്യൻ ട്രെയിനിന്റെ തുറക്കേണ്ട ഇത് തരൂ, ടിക്കറ്റ്. ഓക്കെ ഇന്ത്യൻ ട്രെയിൻ തുറക്കണമെന്ന് എനിക്കെന്താ ഇത്ര ഇത്? അതിന്റെ ഉള്ളിൽ എന്താന്നറിഞ്ഞാ നീ നെട്ടും. എന്നാ പറ. ഞാൻ പറയൂല, നീ അറിയ. ഓക്കെ സോ എന്തായാലും എടാ ഷിൻചാനെ വാ, എന്തോ സീൻസ് ആണ് അവിടെ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ. ഇയാൾ എനിക്ക് ഒരു ടാക്സി കത്തിക്കാനാ പറഞ്ഞ, പച്ച കളർ ടാക്സി. ആ ടാക്സി കത്തിക്കണം എന്ന്. അതിന് പച്ച കളർ ടാക്സി ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഫ്രാങ്ക്ലിൻ ഇത് പണിയല്ലേ, പക്ഷെ ഇത് എന്തിനാ നമ്മൾ ചെയ്യുന്നേ? എടാ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ എന്തോ വിലപിടിപ്പുള്ള സാധനം തന്നെയുള്ളത്, അല്ലെങ്കിൽ ഇവർ ഇത്ര ഡിമാൻഡ് കാണിക്കൂല. ആടാ എനിക്കും തോന്നുന്നുണ്ട് അത് തന്നെയായിരിക്കും കാരണം ഫ്രാങ്ക്ലിനെ. എന്നാ വാ മുകളിലോട്ട് കയറാം. ഇവിടെ പച്ച കളർ ടാക്സി കണ്ടുപിടിക്കണ്ട, പുറത്ത് അവിടെ പച്ച കളർ ടാക്സി കണ്ടാലും നീ എന്നോട് പറയണം. ആ ഫ്രാങ്ക്ലിനെ, എന്റെ കണ്ണുകൾ ഇനി ഷാർപ്പായിരിക്കും. എന്നാ നോക്കുവേ. ഫ്രാങ്ക്ലിനെ അതാ അവിടെ പച്ച കളർ ടാക്സി എവിടെടാ? ഫ്രണ്ടില്. ആടാ കണ്ടു. വാ ഇതാ പൊട്ടിക്കണ്ടേ. ആരും കാണുന്നതിന് മുമ്പ് ഇത് പൊട്ടിക്കണം. വെയിറ്റ്, എന്റെ സ്റ്റിക്കി ബോംബ്സ് ഉണ്ട്. സ്റ്റിക്കി ബോംബ് അല്ല, ഈ നോർമൽ ബോംബ് ഉണ്ട്. ഇതിടുന്നു. എടീ തുറന്നിട്ടേക്കാം. മാറ് ഷിൻചാൻ ഓടേ. ഓ ഭാഗ്യം, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇടീക്ക്. എടാ ഞാൻ അറിയാണ്ട് പെട്ടെന്ന് ബോംബ് പറഞ്ഞു. ഫ്രാങ്ക്ലിനെ പറഞ്ഞിട്ടറിയാണ്ട് ഇങ്ങനെയാണോ അറിയാ? ഓക്കെ സോറി. എന്നാലും ബാ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, സേഫ് അല്ലേ? എന്തായാലും അയാളുടെ അടുത്തേക്ക് പോയിട്ട് ടിക്കറ്റ് വാങ്ങാം. എടാ അയാൾ എവിടെ? ഫ്രാങ്ക്ലിനെ എനിക്കും കാണുന്നില്ല. എടാ അയാൾ എന്നെ പറ്റിച്ചു എന്നാ തോന്നുന്നു, അയാൾ ഇവിടെ കാണുന്നില്ല. ഷിൻചാനെ. എടാ ഫ്രാങ്ക്ലിനെ സാരില്ല. ഫ്രാങ്ക്ലിൻ ഇവിടെ ഒരു പേപ്പർ. എടാ ടിക്കറ്റ് അല്ലേ ഇത്? ആടാ എടി ഇതാണ് ഇന്ത്യൻ ട്രെയിൻ മെട്രോ ടിക്കറ്റ്. യെസ് എടി ഇതാണ് ഇയാള് പറഞ്ഞേ. ഷിൻചാനെ ഗുഡ്രാ.
ആ ഫ്രാങ്ക്ലിൻ ഇതൊക്കെ എനിക്ക് എന്ത് വേഗം എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ലെറ്റ്സ് ഗോ. A few moments later. എടാ ഞാനിവിടെ തിരിച്ച് വീട്ടിലെത്തി. ഷിൻചാനെ റെഡി അല്ലേ? ആ ഫ്രാങ്ക്ലിനെ റെഡിയാ, നമുക്ക് ഈ ട്രെയിനിന്റെ ഉള്ളിൽ കയറാം. ആ ഷിൻചാനെ ഇറങ്ങിക്കോ വണ്ടിന്ന് ഇറങ്ങും വേഗം ഇറങ്ങും. ഞാൻ ഇറങ്ങി. ഫ്രാങ്ക്ലിനെ വേഗം ടിക്കറ്റ് എടുത്ത് വെക്കുക ഈ ട്രെയിനില്. ഓക്കെ ഈ ടിക്കറ്റ് ട്രെയിനിൽ ടച്ച് ചെയ്യാനാ പറഞ്ഞത്. സൊനായത് എടുത്ത് ടച്ച് ചെയ്യാൻ പോവാ. എടാ നമ്മൾ എവിടെ വേണമെങ്കിലും എത്തും, നെട്ടരുത്. അറിയാലോ ഇത് മാജിക്കൽ എന്തോ സംഭവം ആണ്. ഓക്കെ സോ സെറ്റ് ആക്കട്ടെ, വെക്കട്ടെ. ആ ഫ്രാങ്ക്ലിനെ റെഡി. 3, 2, 1 ബൂം. ഫ്രാങ്ക്ലിനെ നമ്മൾ എവിടെ എത്തി? എടാ എനിക്കും വലിയ ഐഡിയ ഇല്ല. ഇത് ഏതാ സ്ഥലം? ഫ്രാങ്ക്ലിനെ നമ്മൾ എവിടെയോ പെട്ടു എന്നാ തോന്നുന്നത്. എടാ പേടിക്കണ്ട, എപ്പോഴും ഇങ്ങനെ വന്നതിന് 1 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലെത്താറില്ലേ? അത് ശരിയാ, അതുകൊണ്ട് പ്രശ്നമില്ല. എടാ ഇതെന്താ സ്ഥലം നോക്ക്, വേഗത്തിൽ എന്തെങ്കിലും കിട്ടുമോ നോക്ക്. ഇവിടെ കുറച്ച് ബുക്കും സ്കെച്ച് തന്നെ ഉള്ളൂ ഫ്രാങ്ക്ലിനെ. ആടാ ഇവിടെ കുറച്ച് ഷൂസ് ഉണ്ട്. ഇത് ഷൂസ് ആണോ കാലാണോ? എനിക്കറിയൂല ഫ്രാങ്ക്ലിനെ, എനിക്ക് പേടിയാവുന്ന ഈ ലൊക്കേഷൻ. എടാ ഇത് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് എന്തൊക്കെയോ ഉണ്ട്. ആ ഫ്രാങ്ക്ലിന് ഇത് എന്താ സംഭവം ശരിക്കും? എടി ഇതെന്ത് ഗരാജ് പോലെയുണ്ട്. ഓ ഷിൻചാനെ നമുക്ക് വന്നത് വേസ്റ്റ് ചെയ്യില്ല. ഒരു ലാപ്ടോപ്പ് കിട്ടി, ഈ ലാപ്ടോപ്പ് എടുത്തോണ്ട് പോവാ. ആ ഫ്രാങ്ക്ലിനെ ഇന്നൊരു പുതിയ ലാപ്ടോപ്പ് കിട്ടി. ഈ ട്രെയിനിന്റെ ഉള്ളിൽ കയറിയോട്ട് നമുക്കൊരു ലാപ്ടോപ്പ് കിട്ടി. അതിനുവേണ്ടി നമ്മളൊരു ടാക്സി പൊട്ടിച്ചില്ലേ? ആടാ ഷിൻചാനെ വെറുതെ നമ്മൾ ഒരു ടാക്സി പൊട്ടിച്ചിട്ട് ഒരു ലാപ്ടോപ്പ് കിട്ടി. എന്തായാലും ഇന്ന് ഇതുപോലത്തെ ഒരു ബിൽഡിങ് കാണാൻ പറ്റിയില്ല, അത് വലിയ കാര്യമല്ല. ഇതെന്താ ബിൽഡിംഗ് എന്നറിയില്ല. ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാം. ആ ഫ്രാങ്ക്ലിൻ ഞാൻ ഇത് മൊത്തം നമുക്ക് ഇന്ന് 1 മണിക്കൂറിനുള്ളിൽ എക്സ്പ്ലോർ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിച്ചേക്കണേ. സോ ഇന്നത്തേക്ക് ബൈ.